ശ്രീ വിനോദൻ, ഇപ്പോൾ ഗ്രൂപ്പുകൾ കോൺഗ്രസിൽ എല്ലാ കാലത്തും ഗ്രൂപ്പുകളുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അറിയാനാകുന്നത് സുധാകരൻ കെ സി വേണുഗോപാൽ ഗ്രൂപ്പ് യോഗം കണ്ണൂരിൽ നടന്നു എന്നുള്ളതാണ്. നാളത്തെ ചർച്ചയിൽ എന്തു പറയണമെന്ന് തീരുമാനിക്കാനുള്ള യോഗമാണ് എന്ന് യോഗത്തിൽ വന്ന നേതാക്കളുടെ പേരുകളടക്കം പുറത്തേക്ക് വരുന്നുണ്ട്. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ നിൽക്കാത്തതാണോ വി.ഡി. സതീശിൻ്റെ ഒരു കുറവായി മാറിയിരിക്കുന്നത്? കാരണം ഗ്രൂപ്പ് നേതാക്കളാണ് ഇപ്പോൾ വലിയ ശക്തമായി പ്രതികരിക്കാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ കേസിക്ക് വേണ്ടി പ്രതികരിക്കാൻ പല നേതാക്കളും രംഗത്തുണ്ടല്ലോ. അത് ഗ്രൂപ്പ് ഉള്ളത് കൊണ്ടാണ്. അപ്പുറത്ത് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ നിന്നില്ല, പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ അല്ലെങ്കിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ വി.ഡി. സതീശൻ നടത്തി. അതുകൊണ്ട് അദ്ദേഹം ഏകനായി പോകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അപ്പോൾ ഗ്രൂപ്പാണ് കോൺഗ്രസിൽ ശരി എന്നതാണോ അതിൻ്റെ അർത്ഥം? ഗ്രൂപ്പ് യോഗമൊക്കെ നടക്കട്ടെ. പാർട്ടിക്ക് പുറത്തുള്ള ആളുകളെ സംബന്ധിച്ചോളം അതിനകത്ത് എന്ത് താല്പര്യമാണുള്ളത്? ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, രാജ്യത്തെ എല്ലാ സ്ഥലങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് തകർന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഒരു ദീർഘകാലത്തെ ഭരണക്കുത്തക കഴിഞ്ഞ് BJP ഒരു ശക്തിയായി വന്നതിന് ശേഷം മൂന്നാം ശക്തി വന്ന സ്ഥലങ്ങളിലെല്ലാം കോൺഗ്രസ് ഇല്ലാതായി. ഉത്തർപ്രദേശിലും ബീഹാറിലും ഇല്ലാതായി. പിന്നീട് മധ്യപ്രദേശിലും രാജസ്ഥാനിലും പിടിച്ചു. അവിടെ പോലും മധ്യപ്രദേശിൽ പോലും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയ അവസാനം അത് ഇല്ലാതായി. കേരളത്തിൽ ഒരു മുന്നണി സംവിധാനത്തിൽ ശരിക്കും UDFൻ്റെ നിലനിൽപ്പിന് എനിക്കൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിൻ്റെ സംഘടന മലബാറിൽ മുസ്ലിം ലീഗിൻ്റെ സംഘടനയല്ലേ ഈ തെരഞ്ഞെടുപ്പിന് നയിച്ചത്. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും കാത്തു സൂക്ഷിക്കുന്നതിന് പകരം ഈ കോൺഗ്രസ് നേതാക്കന്മാർ ഗ്രൂപ്പ് കൂടിയിട്ട് ഇന്നയാളെ ആക്കണമെന്ന് പറഞ്ഞ് സമ്മർദ്ദം ചെലുത്തുക, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഒരാളെ പിൻവാതിലിൽ കൂടെ കൊണ്ടുവരിക, അങ്ങനെ ഇവിടെയും ഈ കോൺഗ്രസിനെ തകർത്ത് ഈ മുന്നണിയെ തകർത്ത് BJPക്ക് വഴിയൊരുക്കി കൊടുക്കാനാണ് ഇവർ ശ്രമിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഒരു കോൺഗ്രസ് MLA വിവരമുള്ളവരെന്ന് ധരിച്ചിരുന്ന ഒരു ഞാനും പഠിച്ച സർവകലാശാലയിലാണ് അദ്ദേഹം പഠിച്ചത്. ഒരു കോൺഗ്രസ് MLA അദ്ദേഹം മുസ്ലിം ലീഗിന് എന്ത് കാര്യം, അതായത് മുസ്ലിം ലീഗ് UDFിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികളെ ഇതിൻ്റെ നിരീക്ഷകർ AICCയുടെ നിരീക്ഷകർ അവരുടെ അഭിപ്രായം അറിയാൻ വേണ്ടി മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെ വിളിച്ചു വരുത്തിയിട്ട് മുസ്ലിം ലീഗിന് എന്ത് കാര്യമെന്നൊരു കോൺഗ്രസ് MLA ചോദിക്കുന്നതിന് തീർച്ചയായിട്ടും അത് തള്ളിപ്പറയാൻ, അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ ശരിക്കും കോൺഗ്രസിൻ്റെ ഒരു നേതാവും തയ്യാറായില്ല. അത്ഭുതകരമാണ് ആ കാര്യം. അപ്പോൾ ഈ മുന്നണി തകർന്നു പോട്ടെ എന്നാണ് അവരുടെ ധാരണ. യഥാർത്ഥത്തിൽ എനിക്കത് അത്ഭുതം തോന്നുന്നത് മുസ്ലിം ലീഗ് കാണിക്കുന്ന ഈ മാന്യതയും മര്യാദയും അങ്ങേയറ്റത്തെ എന്താ പറയേണ്ട ഒരുതരം ഔചിത്യം. ഇപ്പോൾ തന്നെ ഈ കളി മൊത്തം മാറും. ഒരു മാധ്യമവും അറിയാതെ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം രാഹുൽ ഗാന്ധി അറിയിക്കുന്നു, ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾ പിന്താങ്ങും, പൂർണ്ണമായും ഞങ്ങൾ ഈ മന്ത്രിസഭയെ പിന്താങ്ങും, ഞങ്ങൾ മന്ത്രിസഭയിലേക്കില്ല എന്നൊരു വാക്ക് പറഞ്ഞാൽ അന്ന് കളി തീരും. പക്ഷെ അവരതിന് പോകുന്നില്ല. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു മുസ്ലിം ലീഗ് 1978 AK ആൻ്റണി രാജിവെച്ചിട്ട് കോൺഗ്രസിൻ്റെ ഒരാൾ മുഖ്യമന്ത്രിയാവാനല്ല അദ്ദേഹം പറഞ്ഞത്. അന്ന് കോൺഗ്രസിൻ്റെ വലിയ നേതാക്കന്മാർ, ആൻ്റണിയേക്കാൾ വലിയ പാരമ്പര്യമുള്ള നേതാക്കന്മാർ, വരദരാജൻ നായരെ പോലെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ ആളുകൾ, MK രാഘവനെ പോലെയുള്ള തൊഴിലാളി നേതാക്കൾ, ശങ്കരനാരായണനൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് ആൻ്റണി എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല, CPI മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്താൽ മതി എന്ന് ആൻ്റണി പറഞ്ഞു. അതുപോലെ ഇന്ന് മുസ്ലിം ലീഗ് വേണമെങ്കിൽ ആവശ്യപ്പെടാവുന്നതാണ്. ശരി, നിങ്ങൾ തമ്മിലുള്ള വഴി അവിടെ നിൽക്കട്ടെ, ഞങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം തരണം, അങ്ങനെ അവർ ആവശ്യപ്പെടുന്നില്ലല്ലോ. ഇപ്പം നേരത്തെ പറഞ്ഞില്ല, ആ MLA അത് പറഞ്ഞതിന് ശേഷം അത് ഏറ്റെടുത്തത് ശശികലയെ പോലെ ഒരാൾ, വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാൾ. അപ്പോൾ കേരളത്തിൽ ഈ രീതിയിൽ വർഗീയ വിഭജനം ഉണ്ടാക്കാൻ ഒക്കെ കൂട്ടുനിൽക്കുന്ന രീതിയിൽ ഒരു ഉത്തരവാദിത്വവുമില്ലാതെ കോൺഗ്രസിൻ്റെ MLA മാർ, യുവ MLA മാർ എന്നൊക്കെ പറയുന്നവർ പെരുമാറുമ്പം അവരെയൊക്കെ നിയന്ത്രിക്കാൻ ബാധ്യതപ്പെട്ടവർ അവിടെ ഇവിടെയും പോയി ഗ്രൂപ്പ് കളിക്കുന്നു. എന്ത് ഗ്രൂപ്പ്? അവസാനം ഇത് പൂർണ്ണമായിട്ടും ഇല്ലാതായി. അവരൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട ശില്പി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് മുസ്ലിം ലീഗാണെന്നാണ്. ഞാൻ ഈ മുന്നണിക്ക് പുറത്തു നിൽക്കുന്ന, മുന്നണിക്ക് വോട്ട് ചെയ്യാത്ത ഒരാളാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ കൊല്ലം ജില്ലയിൽ നിന്നുള്ളതാണ്. കൊല്ലം ജില്ലയിൽ ഏറ്റവും സാധ്യത കുറഞ്ഞ ഒരു സീറ്റിലാണ് മുസ്ലിം ലീഗ് മത്സരിച്ചത്. അവരതിനു മുമ്പ് മത്സരിച്ചിട്ടുള്ള സീറ്റ് അതല്ല. തിരുവനന്തപുരത്ത് മുസ്ലിം ലീഗിന് ആവശ്യപ്പെടാമായിരുന്നു. കഴക്കൂട്ടത്ത് ജയിച്ചിട്ടുള്ള പാർട്ടിയാണിത്, ഇരുവിപുരത്ത് ജയിച്ചിട്ടുള്ള പാർട്ടിയാണ്. മുസ്ലിം ലീഗിന് തിരുവനന്തപുരത്തും കൊല്ലത്തും ജയിക്കുന്ന സീറ്റ് വേണം, അവരാവശ്യപ്പെട്ടില്ല. അത്രയും മര്യാദ കാണിക്കുന്ന ഈ മുന്നണിയുടെ വിജയത്തിന് തന്നെ അടിസ്ഥാനമായി പ്രവർത്തിച്ച ഒരു സംഘടനയോട് പോലും നിരുത്തരവാദപരമായി പെരുമാറുക. എനിക്ക് തോന്നുന്നു കോൺഗ്രസിൻ്റെ ഈ നേതാക്കന്മാരെന്ന് പറയുന്നവരും MLA മാരെന്ന് പറയുന്നവർക്കൊക്കെ ഇത് മതിമറന്നു പോയിരിക്കുകയാണ്. ഈ 63 സീറ്റ് കിട്ടിയത്, 63 സീറ്റൊക്കെ ഇതിനു മുമ്പും കിട്ടിയിട്ടുണ്ട്. അന്നത്തെ അനുഭവം കൂടെ ഒക്കെ ഒന്ന് മനസ്സിലാക്കാൻ എനിക്കൊന്ന് പ്രായവും പക്വതയും ചരിത്രബോധവും ഒക്കെ ഉള്ള കോൺഗ്രസ് നേതാക്കന്മാർ, ഈ പുതിയ കോൺഗ്രസ് നേതാക്കന്മാരോട് പറയണം. എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇതിന് പുറത്ത് നിൽക്കുന്നതാണെന്ന് എനിക്ക് സന്തോഷമാണ്. UDF തകരട്ടെ, അതായിരുന്നാലും മൂക്കൊന്നുമില്ല. കാരണം തകരട്ടെ, അങ്ങനെ പോട്ടെ, ഇങ്ങനെ തകരണമെങ്കിൽ തകരട്ടെ. പക്ഷേ അവർ ഇത്രയും വേഗത്തിൽ ഇങ്ങനെ ഒരു തകർച്ചയ്ക്ക് നേതൃത്വം നൽകും എന്നുള്ളത് ഞങ്ങളാരും പ്രതീക്ഷിച്ചതല്ല സത്യത്തിൽ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.